ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കലിക്കാട് ഡിസൈനിൽ കാണിക്കാൻ പോകുന്നത് ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ്. സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ പുറകെ ഇടാം കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കട്ട് ചെയ്ത് വച്ചിരുന്ന ഒരു പീസാണ്. അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചാണ്. അതായത് 15 ഇഞ്ചാണ് ആളുടെ ശരീരത്തിൽ നിന്നുള്ള അളവാണ്. 7 ഇഞ്ചാണ് ഞാനിത്. 6.25 7 ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത്. കാരണം നമുക്ക് 8.5 ഇഞ്ച് മതി. നമുക്ക് ലൂസും കൂടി ആം ഹോളിൻ്റെ അളവ്. അതുകൊണ്ടാണ് 6.25 എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ വണ്ണം നമുക്ക് 35 കറക്റ്റായുള്ള വണ്ണം. അപ്പോൾ അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടി 40 ഇഞ്ചിലാണ് ഞാൻ ലൂസ് കൊടുത്തേക്കുന്നത്. 5 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രസ്റ്റൊക്കെ ഇച്ചിരി കൂടുതലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് 5 ഇഞ്ച് ലൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. ഇതിനകത്ത് 15 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് വന്നേക്കുന്നത്. 9.5 ഇഞ്ചാണ് ഷേപ്പിൻ്റെ വണ്ണം വരുന്നത്. അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കൈവണ്ണം കറക്റ്റാണോ എന്ന് ഇതുപോലെ വെച്ച് നമ്മൾ മാർക്ക് നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആവുന്നവരെ ഇത് മുകളിലേക്ക് മാർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഒന്നല്ലെങ്കിൽ മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക, കൂടുതലാണെങ്കിൽ. കുറവാണെങ്കിൽ താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്തേക്കുന്ന ഒരു പോയിന്റ് കണ്ടുല്ലോ, താഴത്തേക്കായിരുന്നു. ഞാൻ 7 ഇഞ്ച് തന്നെ ഷോൾഡർ എടുത്തപ്പോൾ. പക്ഷേ അപ്പോൾ കൈ ഒരുപാട് വണ്ണം കൂടുന്നു. കൈക്ക് ആൾക്ക് 8.5 മതി വണ്ണം. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തതാണ്. അതിന് ശേഷം നമ്മൾ സൈഡ് വെട്ടുമ്പോൾ നോക്കേണ്ട കാര്യം, ഈ താഴത്തോട്ട് ഈ കംപ്ലീറ്റ് തുണിയും ഈ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കണതാണ്, ഷേപ്പിൻ്റെ അവിടെ നിന്ന് കംപ്ലീറ്റ് താഴത്തേക്ക് ലൂസ് എടുത്തോളാം. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അവിടെ ഒരു പാള പോലെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ താഴത്തോട്ട് ഷേപ്പ് ചെയ്ത് തന്നെ പോയിട്ട് ലാസ്റ്റ് മാത്രം ഫുള്ളായിട്ട് എടുത്താൽ മതി. ഒരുപാട് തണം വേണമെന്നുള്ളവർക്ക് മാത്രം മുകളിലേക്ക് കയറ്റി എടുത്താൽ മതി. എന്നാലും ഒത്തിരി വണ്ണമുള്ളവർക്കാണെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി. പക്ഷേ അത് നമ്മൾ നോക്കണം, നമ്മുടെ വണ്ണത്തിൻ്റെ ഒക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം. ഇത് കൈവണ്ണമാണ്. നമുക്ക് 8.5 വേണ്ടത് കൈവണ്ണം. അപ്പോൾ ഒരു 3 ഇഞ്ച് താഴ്ചയിൽ നമ്മൾ ആ 8.5 അടയാളപ്പെടുത്തി. അതിനുശേഷം 1.25 തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി. താഴെയാണ് വരുന്ന വണ്ണം. എനിക്കിതിന് 16 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ ഈ കൈക്ക് ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ ഒരു പീസ് എടുത്ത് അറ്റാച്ച് ചെയ്യണം. അതുകൊണ്ട് ഞാനിവിടെ 6.5 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് അത് വെട്ടിയെടുക്കുകയാണ്. ഇത് വെട്ടിയെടുത്തതിന് ശേഷം വേണം ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ പീസ് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കണം. അത് വെട്ടിയെടുത്തതിന് ശേഷം വേണം നമുക്ക് പിന്നെ സൈഡ് പിടിപ്പിക്കാനുള്ള, അത് ജോയിൻ ചെയ്തെടുക്കാനുള്ള ഒരു പീസ അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടും നമുക്ക്. ആ പീസ് അതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്ത് ജോയിൻ ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൈയുടെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുത്താലാണ് കൈക്ക് 16 ഇഞ്ച് നീളം കിട്ടുകയുള്ളൂ. 16 ഇഞ്ചാണ് അവർ പറഞ്ഞേക്കുന്ന നീളം. നമുക്ക് കിട്ടുന്ന നീളം എടുക്കാം. കണ്ടോ, ഇങ്ങനെ വീതി കൂടിയ ഭാഗം നമ്മുടെ സൈഡിൽ നിന്ന് വെട്ടുമ്പോൾ നമുക്ക് കിട്ടും. അത് ഇതിനോട് ചേർത്ത് വെച്ച് കറക്റ്റായിട്ട് അതിന് സൈസിന് പാകത്തിന് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചിരിഞ്ഞ് കോഞ്ഞാടിയൊക്കെ ഇരിക്കുന്നത് വെട്ടിക്കളഞ്ഞിട്ട് കറക്റ്റായിട്ട് വേണം അത് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു നെയ്റ്റി ഒന്നും തയ്ക്കാനായിട്ട് ഇത്ര വലിയ പാടൊന്നുമില്ല. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ചുരിദാർ കട്ട് നെയ്റ്റിക്കൊക്കെ വളരെ സിമ്പിളാണ് നെയ്റ്റി തയ്ക്കാനായിട്ട്. ഇതേപോലെ അളന്ന് നോക്കുക. അതിനകത്ത് 15 ഇഞ്ചാണ് കിട്ടുന്നുള്ളൂ. ഒരു ലേസും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. കറക്റ്റ് 16 ഇഞ്ച് കിട്ടുകയുള്ളൂ. നമുക്ക് 2 സൈഡ് അടിക്കാനുള്ള തയ്യൽ തുമ്പൊക്കെ പോകുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു ലേസും കൂടി താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആൾക്കൊരു 15 ഇഞ്ചൊക്കെ കിട്ടിയാലും കുഴപ്പമുണ്ടാവില്ല. കാരണം കയ്യിറക്കം ഇടുന്ന നെയ്റ്റി ഇടുന്ന ആൾക്കാർ 15 14 അളവിലാണ് അവർ കയ്യിറക്കം കൂട്ടിയിടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിസൈനായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.